തേച്ച് കഴിയാൻ ശേഷം ലാസ്റ്റ് പിന്നെ കൊണ്ടുവന്ന് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആകുകയും ചെയ്യും. അതിന്റെ ആ മണമൊക്കെ അങ്ങോട്ട് പോകും. മണം അങ്ങ് മാറും. അതെ, നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യണം. ഇതിന്റെ മുകളിലോട്ട് ഇനി അടുത്ത ലെയർ ഇടും. ഫുള്ള് മസാല അടിച്ച് നല്ല അടിപൊളി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വറുത്തെടുക്കാൻ പോയി. നമ്മൾ എണ്ണ തിളച്ചോണ്ടിരിക്കുകയാണ്. വറുത്തതല്ലാം വറുക്കാം. ഗ്രേവി എന്തോരാണ് അത്രയും തന്നെയാണ് നമ്മുടെ മീനും ഉള്ളത്. ഇതാണ് ഈ ഗ്രേവിയുടെ പ്രത്യേകത പറഞ്ഞില്ലേ, കണ്ട, ഇത് മാത്രം മതി, ഗ്രേവി മാത്രം മതി എന്ന് പറഞ്ഞ കാര്യം നോക്കി. ചില നാടുകളിൽ മത്തി ചാള എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താ പരിപാടി നമ്മൾ ചെയ്യാൻ പോണത്? അപ്പം ചാള പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ചാള കഴിക്കാനാണ് ഡോക്ടേഴ്സ് പറയണത്. അപ്പം ഞാൻ വിചാരിച്ച് ആ ചാള കൊണ്ട് നമുക്ക് അച്ചാറിട്ടാല. ഏറ്റവും പല സാധനങ്ങളും കൊണ്ട് അച്ചാറിടാറുണ്ട്. പക്ഷെ ചാള അച്ചാർ അതൊരു പ്രത്യേകതയാണ്. കാരണം ചെറിയ ചാളയാകുമ്പോൾ അതിൻ്റെ അകത്ത് മുള്ള് തീരെ കുറവാണ്. ചാള, അതായത് ചാള അച്ചാറിന് ഉപയോഗിക്കുന്നത് ചെറിയ ചാളയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചാളയാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മുള്ളില്ല. മറ്റേ വലിയ ചാള എടുത്താൽ മുള്ളുണ്ടാവും, വയറിലൊക്കെ മുള്ളൊക്കെ ഉണ്ടാവും. അത് തിന്നാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ വളരെ നാര് പോലത്തെ മുള്ളുണ്ടാവും. നമ്മൾ നല്ലോണം വറുത്തെടുക്കുമ്പോൾ അത് പോകും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പതേ നമ്മൾ നല്ല ചാള നല്ല നീറ്റായിട്ട് നമ്മൾ നല്ല വെള്ളി പോലെ നമ്മൾ കട്ടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചെയ്യണം എന്താ? ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഉപ്പിടും. മീൻ ഏതിനും ഉളുമ്പുണ്ട്. ആ ഉളുമ്പ് പരിച്ഛേദം പോകണമെങ്കിൽ നമ്മൾ ഉപ്പിടണം. ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആയിട്ട് അത് ശുദ്ധമാകും. ഉണ്ടാ, എന്നാലും അത്രയും ക്ലീൻ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എഫേർട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതങ്ങോട്ട് തേക്കുമ്പോൾ ഇത് കണ്ടു, തേച്ച് കഴിയുമ്പോൾ കണ്ടു. ഇപ്പം ഞാൻ എത്ര പ്രാവശ്യം തേച്ചതാണിത്. നമ്മളിങ്ങനെ തേച്ച് കഴിയാൻ ശേഷം ലാസ്റ്റ് പിന്നെ കൊണ്ടുവന്ന് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആകുകയും ചെയ്യും. അതിൻ്റെ ആ മണമൊക്കെ അങ്ങോട്ട് പോകും. അതെ, അപ്പോൾ നമ്മൾ ക്ലീനിങ്, അതായത് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും നമ്മൾ ഫ്രഷ് വാട്ടറിൽ കഴുകടിക്കുക. അത് ഒരു 2-3 പ്രാവശ്യം ചെയ്യണം. ഏകദേശം ഒരു 6-7 പ്രാവശ്യത്തെ ക്ലീനിങ് കഴിയുമ്പോഴാണ് നമ്മൾ ചാളയുടെ മണം നിശേഷം പോകണം. അറിയാം, അതെ, ആ ഉളുമ്പിന്റെ മണമാണ് ഇങ്ങോട്ടും വരുന്ന ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അതങ്ങോട്ട് മാറും. അപ്പതേ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യണം. ഈ ചെറിയ ചാളയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ടാക്കിയാൽ മതി, അല്ലേ? രണ്ടാക്കിയാൽ മതി, അതാണ് ഗുണം. നമുക്ക് നേരെ രണ്ടാക്കാം. അപ്പോൾ കറക്റ്റ് ആളുകൾക്ക് നല്ല കറക്റ്റ് വലിപ്പം കിട്ടുകയും ചെയ്യും. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എത്തിക്കഴിഞ്ഞ് ഇനി നമ്മളിതേ ഇതിൻ്റെ അകത്ത് നമ്മൾ മസാല അടിക്കാൻ വേണം, അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചിട്ട് അതിൻ്റെ അകത്ത് പൊടി ഇട്ട് കുഴച്ച് പിന്നെ അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെയാണ്, സ്റ്റെപ്പായിട്ടാണ്. അത് എല്ലാത്തിലും മസാല കയറിയല്ല, അതുകൊണ്ടാണ്. ഇതിപ്പം മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ ഇത് സാധാരണ മുളക് പൊടിയാണ്. ഇത് സാധാരണ മുളക് കാശ്മീരിയാണ്. അതാണ് ദേ ഇരിക്കണം. അത് രണ്ടിന്റെയും കളർ വ്യത്യാസം കാണുമ്പോൾ അറിയാം. കണ്ടാ, ഉപ്പ് ഇട്ടു. ഓക്കെ, ഇനി അത് നമ്മൾ പെരട്ടും. ഇത് ഫസ്റ്റ് ട്രിപ്പ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളത് കാരണമാണ് നമ്മൾ 1-2 പ്രാവശ്യമായിട്ട് ഇതിന്റെ മുകളിലോട്ട് ഇനി അടുത്ത ലെയർ ഇടും. അന്നേരമല്ലേ ഇതിന് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതിന് എരിവ് ഉണ്ടാകും, ചിലതിന് മുളക് പൊടി കയറിയല, മഞ്ഞപ്പൊടി കയറിയല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി അത് നമ്മളിങ്ങനെ ഉപ്പൊക്കെ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി നമ്മളിങ്ങനെ തട്ടിപ്പൊത്തിയൊക്കെ വെക്കും. ഫുള്ള് മസാല അടിച്ച് നല്ല അടിപൊളി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വറുത്തെടുക്കാൻ പോയി. നമ്മൾ എണ്ണ തിളച്ചോണ്ടിരിക്കുകയാണ്. വറുത്തതല്ല വറുക്കാം. മൊരിയണം കാര്യം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറ് ഇതിനകത്തൊട്ടും ജലാംശം പാടില്ലല്ലോ. കാരണം ചാളയാണെങ്കിലും മസാലയാണെങ്കിലും അതിൻ്റെ അകത്ത് തുള്ളി വെള്ളം പോലും ഉണ്ടെങ്കിൽ അത് കേടാവും. അതെ, നമ്മൾ ആദ്യത്തെ നമ്മൾ കോരിക്കൊണ്ടിരിക്കുകയാണേ. ഫസ്റ്റ് ഇട്ട നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മളിത് കോരിക്കൊണ്ട് ഇതുണ്ട്, അതെ, കണ്ടാൽ അറിയാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഫുള്ള് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മൾ കോരിക്കൊണ്ടിരിക്കുക. അപ്പം അതെ, നമ്മൾ ആദ്യം കറിവേപ്പില ഇടുന്നത്. നമ്മൾ പുറത്തുനിന്ന് കരിവേപ്പില വാങ്ങിയല്ല. ഇന്ന് വരെ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ അച്ചാറിനും ഞാൻ നമ്മുടെ സ്വന്തം കരിവേപ്പിലയാണ് ഉപയോഗിക്കണം. അടുത്തത് ഇഞ്ചിയാണ്, അല്ലേ? ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിരിക്കുന്നതാണ്. മുളക് അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി ഞാൻ ചതച്ചെടുത്തതാണ്. കാര്യം നല്ല കുറാന്ന് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് ഇഞ്ചി അരച്ചിട്ടത്. ഇത് വെളുത്തുള്ളി. അതിൽ ഈർപ്പം മുഴുവനും ഈ എണ്ണയുടെ അകത്ത് കിടന്ന് വലിഞ്ഞ് അത് നല്ല ഡ്രൈ ആകണം.
അല്ലാണ്ട് അച്ചാറാകിയല്ല. ആ ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യം. ഇങ്ങനെ കിടന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് മൊരിയണം. അത്രയും നേരം ഇത് അടി പിടിക്കാതെ മറ്റും നമ്മൾ ചിക്കി കൊണ്ടേയിരിക്കണം. ഇതാണ് ഏറ്റവും ആയാസകരമായ പണി. ഇതാണ് ടേസ്റ്റ്. ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ടെങ്കിൽ അച്ചാറിന് രുചിയാണ്. നമ്മുടെ ആ സാധനങ്ങളെല്ലാം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം മൊരിഞ്ഞ് നല്ല സൂപ്പറായി. ഇനി ഇതിനകത്തോട്ട് നമ്മള് മുളക് പൊടി ഇടുന്നു. കാശ്മീരി മുളക് പൊടി നമ്മൾ ഇടുന്നു അല്ലേ? അതെ, അതാണ് ആ കളർ കാണുമ്പോൾ അറിയാം കാശ്മീരി മുളക് പൊടി ഇടുന്നത്. അതാകുമ്പോൾ എരിവില്ല. പച്ചമുളകിന്റെ എരിവും ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യും. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു കൈക്കണക്കാണല്ലേ, അല്ല മനക്കണക്കാണ്. അതെ. കറക്റ്റ് അച്ചാർ രൂപത്തിലേക്ക് എത്തി. മസാല ഏകദേശം അച്ചാർ രൂപത്തിലേക്ക് എത്തി. ഇനി നമുക്ക് ഇതിനകത്ത് വരേണ്ട എന്താണ്? മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അല്ല, മഞ്ഞൾപ്പൊടി വന്നു. ഇനി കുക്കി പരിപാടിയാണല്ലേ? ഇനി പരിപാടി നമ്മുടെ അച്ചാറായി, നമ്മുടെ ഗ്രേവിയായി. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള വിനീഗർ ഒഴിക്കുകയാണ്. നമ്മുടെ വിനീഗർ ഒഴിച്ചു. ഇത് ഉപ്പാണ്. ഉപ്പും കയറി. ഇനി നമ്മുടെ ചാള വറുത്ത ഇങ്ങോട്ട് ഇടിയാണ്. രണ്ട് പീസാക്കിയിട്ട് നമ്മൾ ചാള ഇട്ടിരിക്കുന്നത്. നമ്മൾ ചാള ഇട്ടു. ഗ്രേവി എന്തോരാണ് അത്രയും തന്നെയാണ് നമ്മുടെ മീനും ഉള്ളത്. ഗ്രേവി നിറച്ചും മീനാണ്. എന്താ കറക്റ്റ്, ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ചാളയച്ചാറാണിത്. അത് ഫസ്റ്റിലേത് ടേസ്റ്റ് ചെയ്യാൻ പോയാണ്. ഇതാണ് ഈ ഗ്രേവിയുടെ പ്രത്യേകത പറഞ്ഞില്ലേ? കണ്ട, ഇത് മാത്രം മതി, ഗ്രേവി മാത്രം മതി എന്ന് പറഞ്ഞ കാര്യം. നോക്കി, ആ ഗ്രേവിയിലോട്ട് നമ്മുടെ അച്ചാർ എടുത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതാ പറഞ്ഞത്, ഒരു കറി പോലും വേറെ വേണ്ട. ഈ ഗ്രേവി തന്നെയാണ് അത് അച്ചാറിൻ്റെ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇത് വേണ്ട എന്താ വേണ്ടത്? താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വാങ്ങിക്കുക. അതെ, ഇവിടെ ഇങ്ങനെ ഗ്രേവി ഇട്ട് നമ്മുടെ ചാള അച്ചാറിന് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും മറ്റേ വീണ്ടും അവരെ ബൈ.